അധികവും 90s കിഡ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലേ. പക്ഷെ ഈ 90s കിഡ്സ് പഠിപ്പിക്കുന്നത് ആരെയാ? ജെൻസി 2K കിഡ്സിനെ. അത് ആക്ച്വലി അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയേഴ്സിലൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ ഉണ്ട്. കാരണം എന്താ പറയാ, പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ ശരി. അതേപോലെ ഇപ്പം എന്തായാലും ഫ്രണ്ട്ലിനെസ് എന്തായാലും നമുക്ക് വേണം, അത് ടീച്ചേഴ്സ് സ്റ്റുഡന്റ്. പക്ഷെ നമുക്ക് പണ്ടൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ റെസ്പെക്റ്റും പേടിയും ഒക്കെ ആ ഒരു ടീച്ചേഴ്സിനോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കുട്ടിക്ക് അതുണ്ടോ? അധികം ആ ഒരു ഡാപ്പോടാ ബന്ധമാണോ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആയിട്ടുള്ളതെന്നുള്ള എനിക്ക് പല ടൈമിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതില് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ചില സാധനങ്ങളൊക്കെ നമ്മളെക്കാൾ നല്ലവണ്ണം അടുത്ത ജനറേഷനിലേക്ക് ജെൻസികളാണ് ചെയ്യുന്നത്. ഇപ്പൊ ടെക്നിക്കലി നമ്മളെക്കാൾ അഡ്വാൻസ്. ഇപ്പൊ നമ്മളിപ്പോ യുഎന്റെ മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ അനുസരിച്ച് പോവുകയാണെങ്കിലും ഈ ടീച്ചർ സ്റ്റുഡന്റ് ബന്ധം എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ ഓരോ വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഇവര് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ അവരുടെ ജനറേഷന്റെ പ്രശ്നമാണോ ഓൺലൈനിൽ കൂടുതലിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ക്ലോസ്ഡാണ്. പഴയ പോലെ ഓപ്പൺ അപ്പ് ആവാനോ അവര് സംഭവം ധൈര്യമുള്ളവരൊക്കെയാണ്. മീൻസ് ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കുക, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ അവർ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു നിഗൂഢമായി ഭയങ്കര ക്ലോസ്ഡായി ക്യാരക്ടർ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റൂല. പണ്ട് പെട്ടെന്ന് ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അപ്പം പണ്ടത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ എടാ ചോദിച്ചാൽ നമുക്ക് അപ്പൊ പേടി, നമുക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് ചെയ്യും. പക്ഷെ ഇപ്പത്തെ സ്റ്റുഡൻസിന് ഇതേപോലെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ഉള്ളിൽ ഒതുക്കി നടക്കുന്ന കുട്ടികളെ പോലെ ടീച്ചർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ക്ലാസ്സിലാവുന്ന സമയത്ത് നമ്മള് ഇന്ററാക്ഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് അത്രത്തോളം വേണോ അല്ലെ വേണ്ട, ആ ഒരു ലെവൽ കൂടുതലായിട്ട് വേണ്ട എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടാവാം.